ഞാൻ കാണുന്ന മെട്രോ ആറ്റിങ്ങൽ ടു നെയ്യാറ്റിൻകരയാണ് അൾട്ടിമേറ്റ്ലി. ബിക്കോസ് ദിസ് ഷുഡ് ബി ദ മെട്രോ കണക്ടിങ് ഫ്രം ആറ്റിങ്ങൽ ടു നെയ്യാറ്റിൻകര, കണക്ടിങ് ടു വിഴിഞ്ഞം. അപ്പോൾ നമ്മൾ വിഴിഞ്ഞം എന്ന് പറയുമ്പം ഇറ്റ് കണക്ട്സ് റെയിൽവേ സ്റ്റേഷൻ, വേളി റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, മൊബിലിറ്റി ഹബ്ബായി മാറുന്ന ഒരു മൊബിലിറ്റി ഹബിൻ്റെ വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻസ് ആയിരിക്കും മെട്രോ. അതേപോലെ ഈ മെട്രോ വിൽ ബി കവറിങ് ദ അതർ പാർട്സ് ഓഫ് ദ സിറ്റി. നമുക്കപ്പം ആക്ച്വലി ദ റിയൽ മെട്രോ ഷുഡ് ബി ഫ്രം ആറ്റിങ്ങൽ ടു നെയ്യാറ്റിൻകര. ദാറ്റ് വിൽ കവർ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ട്രാവലിംഗ് ഫ്രം വൺ എൻഡ് ടു ദി അതർ എൻഡ്. ഇപ്പം മെട്രോ വരുമ്പം നമ്മൾ മെയിനായിട്ട് ഇൻറ്റൻഷൻ എന്തുവാണ്? മെട്രോ വരുമ്പം റൈഡർഷിപ്പ് കൂടുക, നമ്മൾ റോഡിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം പൊല്യൂഷൻസ് കുറയുന്നു, എയർ ക്വാളിറ്റി കൂടുന്നു. അപ്പോൾ മെട്രോ വിൽ ബി വൺ ഓഫ് ദി മെയിൻ തിങ് ഫോർ ട്രാൻസിറ്റിങ്. കാര്യം നമുക്ക് ഒരു കാറിൽ ഇരുന്നൊരിടത്ത് 1 മണിക്കൂർ എടുക്കുന്നിടത്ത് മെട്രോ 15 മിനിറ്റ് കൊണ്ട് എത്തും. സോ മെട്രോ എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്ത 5 വർഷത്തെ മെട്രോ ഒരു യാഥാർത്ഥ്യമായി മാറും. നമുക്ക് പരിചയമുള്ള മെട്രോ കൊച്ചി മെട്രോ ആണ്. അപ്പോൾ കൊച്ചി മെട്രോയിൽ നിന്നും വരാനിരിക്കുന്ന തിരുവനന്തപുരം മെട്രോ എങ്ങനെ വ്യത്യാസപ്പെടുമെന്ന് തോന്നുന്നു? പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിയിൽ കണ്ടിരിക്കുന്ന പ്രോബ്ലംസ് ഇവിടെ വരാതിരിക്കണമെന്നുള്ളതാണ് എൻ്റെ പോയിൻ്റ്. കൊച്ചിയിൽ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് പാർക്കിംഗ് ഏരിയ ഇല്ല. അപ്പോൾ ആൾക്കാർ എന്തിനാണ് മെട്രോ ഉപയോഗിക്കുന്നത്? മെട്രോ യൂസ് ചെയ്യുന്നവർ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് മെട്രോയിൽ കയറിയിട്ട് വേറെ സ്ഥലത്ത് പോയി തിരിച്ചു വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുക. അവിടെ അതിൻ്റെ ഒരു കുറവുണ്ട്. ആ കുറവ് തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരത്ത് വരുന്ന മെട്രോയ്ക്ക് അങ്ങനെ ഒരു കുറവ് ഇല്ലായിരിക്കണമെന്നുള്ളതാണ്. സോ അതിനുള്ള പ്ലാനിങ് പ്രോസസ്സിൻ്റെ അകത്ത് പാർക്കിംഗ് റിക്വയർമെൻറ്റ്സ് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം മെട്രോ വരേണ്ടത്. അതെനിക്ക് തോന്നുന്നത് അത് ഇപ്പോഴത്തെ മെട്രോയ്ക്കകത്ത് പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.